അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ തുടർച്ചയായി ബി.ജെ.പി. കൂട്ടുകക്ഷി ഭരിച്ച ബീഹാറിലെ വീടുകളുടെ അവസ്ഥ പരമദയനീയമാണ്. ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ കീഴിൽ ബീഹാറിൽ വികസിച്ചെന്ന് പറയുമ്പോൾ ഈ കാഴ്ചകൾ കൂടി ഒന്ന് കാണണം. ഉറങ്ങാൻ അടച്ചുറപ്പുള്ള വീടില്ലാത്ത, സർക്കാർ സേവനങ്ങളൊന്നും ലഭിക്കാത്ത ബീഹാറിലെ സാധാരണ ജനതയെ, നിതീഷ് കുമാർ പ്രഖ്യാപിച്ച 10,000 രൂപ പോയിട്ട് റേഷൻ പോലും ലഭിക്കാത്ത സ്ത്രീകളുടെ ദുരിതത്തെ. എഞ്ചിൻ സർക്കാരെന്നും വികസനവുമെന്നൊക്കെ നിതീഷ് കുമാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയുമ്പോൾ ബീഹാറിൽ വന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വികസനം എന്താണ് എന്ന് കാണാൻ കഴിയും. ഇതിനകത്തേക്കൊന്ന് നടന്നു കഴിഞ്ഞാൽ എന്ത് വികസനമാണ് ഇവിടെയൊക്കെ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ഒന്ന് കാണാം. इतना कस्टमर आते हैं, बच्चे बुच्चे इतना है बेफरद, उधर से लाते सुने तो उधर देखते हैं इतना। हम अखन है गिरल है कुछ कहे इतना में कोई नहीं सुविधा। तनी मुखिया जीता से मुखिया तनी पैखाना नहीं दिए, कोई नहीं आते हैं हुल्की मारने के लिए। बोले हम लोग का नया है सरकारी पैसा, सबको पैसा आया लेकिन हम लोग का नया है। यही 10 रुपया वाला जो है बोला आपको नहीं होगा, आप जुड़ के हट गए हैं, आपको नहीं होगा। उसी में ना वोट देगा। आए 10 आदमी मिल के बैठार करेगा तब देगा वोट। अब वैसे कैसे वोट दे देंगे? हम लोग का लेटरिन का कोई चीज का व्यवस्था नहीं, ना पानी का व्यवस्था तक नहीं। അടച്ചുറപ്പുള്ള വീടുകളില്ല, സർക്കാർ പദ്ധതികൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല, ഗ്യാസ് ഇല്ല. ഇതാണ് മോദിയുടെ, നിതീഷ് കുമാറിന്റെ ബീഹാറിലെ വികസനം. ബീഹാറിൽ നിന്നും ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം വിഷ്ണു തലവൂർ.